ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നികേഷ് വളരെ കൃത്യമായി നിരീക്ഷിച്ച ഒരു മാൻ ഓഫ് ദ മാച്ചായിട്ട് എന്തുകൊണ്ട് നമ്മൾ രാഹുൽ ഗാന്ധിയെ കാണുന്നു? ഞാൻ വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട നിശ്ചയിക്കുന്നതിൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വഹിച്ചൊരു വളരെ ബുദ്ധിപരമായ പങ്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന വെല്ലുവിളികൾ ഉള്ളപ്പോഴും ഒരു ഇവോൾവ് ചെയ്ത് വന്ന എമേർജ് ചെയ്ത് വന്ന ലീഡറായിട്ട് ഞാൻ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് കാരണം വെച്ചാൽ ഈ കാസ്റ്റ് സെൻസസ് രാജ്യത്ത് നടപ്പാക്കണമെന്നൊരു ആശയം രാഹുൽ ഗാന്ധി അതിശക്തമായി ഉന്നയിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചത്? രാഹുൽ ഗാന്ധിയുടെയോ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെയോ ഭാഗ്യം ഈ 400 സീറ്റ് എന്ന് പറയുന്നത് ബൂമറാങ് ചെയ്യുന്നു. എങ്ങനെ ബൂമറാങ് ചെയ്യുന്നു? ഈ പറയുന്ന ഭരണഘടന മാറ്റിയെഴുതാനാണ് ഇവർ ഈ 400 സീറ്റ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നതെന്നുള്ളൊരു ആശയം കാസ്റ്റ് സെൻസസിനുമായി ഘടിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നു. എന്നു മാത്രവുമല്ല, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ, അതായത് ഈ ജോഡോ യാത്രയും ന്യായ യാത്രയുമല്ല, തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം ഭരണഘടനയുടെ പുസ്തകവുമായിട്ടാണ് സഞ്ചരിച്ചിരുന്നത്. എന്നിട്ട് ഈ ഭരണഘടന ഉയർത്തിക്കാണിച്ചുകൊണ്ട് പറയും, ഇതാണ് മാറ്റാൻ പോകുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ഈ റിസർവേഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധിയിലാകാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർ അധികാരത്തിൽ വന്നുകൂടാ എന്ന്. അതിൻ്റെ ഏറ്റവും നല്ല ഇമ്പാക്റ്റാണ് നികേഷേ ഈ പറയുന്ന NDA യോഗത്തിലെ ആദ്യത്തെ പ്രവൃത്തി ഉണ്ടല്ലോ നരേന്ദ്രമോദിയുടെ, നേരെ പോയി ഈ ഭരണഘടനയുടെ തുമ്മ വയ്ക്കുക എന്ന് പറയുന്നത്, അതിൽ മുത്തമിടുക എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഇമ്പാക്റ്റാണ്. മാത്രമല്ല, ഈ ബെൻസ്വാര സ്പീച്ചിൽ ഈ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും അംബേദ്കറിനെ ആരാധിക്കുന്നു എന്നാണ്, ആദരിക്കുന്നു. നിരന്തരം എല്ലാ ദിവസവും ഞാൻ അംബേദ്കറിനെയും പ്രണമിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ OBC അടക്കമുള്ള, അവർക്ക് വലിയ സ്വാധീനമുള്ളതല്ല, അവിടെ തോറ്റുപോയി കേട്ടോ, അവിടെ BJP തോറ്റുപോയി. പക്ഷേ അങ്ങനെയാണ് അദ്ദേഹം അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ തിരിച്ചു വരേണ്ടി വന്നു. ഞങ്ങൾക്ക് ഭൂരിപക്ഷം എത്ര കിട്ടിയാലും ഞങ്ങൾ ഈ ഭരണഘടനയുടെ സംരക്ഷകരായി നിൽക്കും എന്ന് മോഡിക്ക് പറയേണ്ടി വരുന്നൊരു രീതിയിലേക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഇൻ്റലിജൻസ് ആണോ എന്നറിയില്ല, അല്ലെങ്കിൽ അത് ഒരു വലിയ തിങ്ക് ടാങ്ക് പ്രവർത്തിച്ചിട്ടുണ്ടാക്കിയതാണോ എന്നറിയില്ല. എനിവേ, കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം അതിശക്തമായി ആദ്യം മുതൽ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. അതിനുശേഷം അതുമായിട്ട് ഈ 400 സീറ്റിനെ ഘടിപ്പിച്ചുകൊണ്ട് ഭരണഘടനയുമായി യാത്ര ചെയ്ത് അതിലേക്ക് ആളുകളെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ശരിക്കും പറഞ്ഞാൽ സമാജ്വാദി പാർട്ടിയാണ്. കാരണം വെച്ചാൽ 37 സീറ്റ് അവിടെ സമാജ്വാദി പാർട്ടി സമാഹരിക്കുന്നതിനകത്തൊരു നല്ല റോൾ രാഹുൽ ഗാന്ധിക്ക് ഉണ്ട്. എന്നാൽ പോലും ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഒരു എമേർജ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന, നന്നായി ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന പൊളിറ്റീഷ്യനാണ്. 2004 മുതൽ അദ്ദേഹം പാർലമെൻറ്റിലുണ്ട്. 20 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യം ആവശ്യപ്പെടുന്ന എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നേ മതിയാകും. Meet the editors.